ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ഇന്നത്തെ നമ്മുടെ വായനാ ഭാഗം ഉൽപ്പത്തി പുസ്തകം 19 മുതൽ 21 വരെയുള്ള അധ്യായങ്ങളാണ്. ഉൽപ്പത്തി 19 അധ്യായത്തിൽ സോദോമും ഗോമോറായും അവരുടെ ദുഷ്ടത കൊണ്ട് നശിപ്പിക്കപ്പെടുന്നതാണ് നാം കാണുന്നത്. 2 ദൂതന്മാർ ലോത്തിൻ്റെ അടുക്കൽ വരുന്നു. അവൻ അവർക്ക് അതിഥി സൽക്കാരം അർപ്പിക്കുന്നു. പക്ഷെ നഗരത്തിലെ പുരുഷന്മാർ ദുഷ്ട ഉദ്ദേശത്തോടെ ലോത്തിൻ്റെ വീട്ടിനെ വളയുന്നു. ദൂതന്മാർ അവരെ അന്ധരാക്കുകയും ലോത്തിനും കുടുംബത്തോടും രക്ഷപ്പെടാൻ നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. അവർ രക്ഷപ്പെടുമ്പോൾ ദൈവം നഗരങ്ങളെ തീയും ഗന്ധകവും കൊണ്ട് നശിപ്പിക്കുന്നു. പക്ഷേ ലോത്തിൻ്റെ ഭാര്യ പിന്നോട്ട് നോക്കുന്നതിനാൽ ഉപ്പുതൂണായി മാറുന്നു. ലോത്തും പുത്രിമാരും ഗുഹയിൽ കഴിയുമ്പോൾ പാപകരമായ പ്രവൃത്തികൾ വഴി മോവാബും അമ്മോനും ജനിക്കുന്നു. ദൈവത്തിൻ്റെ ന്യായവിധിയും കരുണയും ഒരുമിച്ച് കാണിക്കുന്ന അധ്യായമാണിത്. പാപം പരിപൂർണതയിലെത്തുമ്പോൾ ദൈവത്തിൻ്റെ ന്യായവിധി വരുന്നു എന്ന് ഇത് നമ്മെ കാണിക്കുന്നു. ദൈവം നീതിമാന്മാരെ രക്ഷിക്കുന്നവനാണ്. ലോത്തിൻ്റെ ഭാര്യ ഭൗതികമായി വിട്ടുപോയെങ്കിലും മനസ്സിൽ പാപത്തിൽ കുടുങ്ങിയവളെ പ്രതിനിധീകരിക്കുന്നു. അന്ധത പാപം മൂലമുള്ള ആത്മീയ അന്ധതയെ സൂചിപ്പിക്കുന്നു. ലോത്തിൻ്റെ പുത്രിമാരുടെ പ്രവൃത്തി പാപപരിസരത്തിൻ്റെ സ്വാധീനം കാണിക്കുന്നു. ദൈവം വിശുദ്ധ ജീവിതത്തിനു വേണ്ടിയാണ് നമ്മെ ഓരോരുത്തരെയും വിളിക്കുന്നത്. ഇന്ന് സമൂഹം പാപത്തെ സാധാരണവൽക്കരിച്ചാലും ദൈവത്തിൻ്റെ മാനദണ്ഡങ്ങൾ മാറുന്നില്ല എന്ന് നാം ഓർക്കണം. നാം ദുഷ്ടപരിസരത്തിൽ പോലും നീതിയോടെ ജീവിക്കണം. ലോത്തിൻ്റെ ഭാര്യയെപ്പോലെ പഴയ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കരുത്. ദൈവം രക്ഷാവഴി ഒരുക്കുന്നു. പക്ഷേ പൂർണ്ണ അനുസരണം ആവശ്യമാണ്. പൊരുത്തപ്പെടൽ ഭാവി തലമുറകളെ ബാധിക്കും. ദൈവത്തിൻ്റെ ന്യായവിധിയും കരുണയും യാഥാർത്ഥ്യമാണ് എന്ന് നാം മറന്നു പോകരുത്. ദൈവം വിട്ടുകളയുവാൻ പറഞ്ഞ കാര്യം ഞാൻ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നുണ്ടോ? എൻ്റെ പരിസരം എൻ്റെ ആത്മീയ തീരുമാനങ്ങളെ ബാധിക്കുന്നുണ്ടോ? ഉൽപ്പത്തി 20 അധ്യായത്തിൽ അബ്രഹാം വീണ്ടും സാറായെ സഹോദരിയായി പരിചയപ്പെടുത്തുന്നു. അബീമലേഖ് എന്ന രാജാവ് സാറായി എടുക്കുന്നു. പക്ഷെ ദൈവം സ്വപ്നത്തിൽ അവന് മുന്നറിയിപ്പ് നൽകുന്നു. അബീമലേഖ് സത്യസന്ധതയോടെ സാറായെ തിരികെ നൽകുന്നു. അബ്രഹാം തൻ്റെ ഭയത്തെ വിശദീകരിക്കുന്നു. ദൈവം സാറയെ സംരക്ഷിക്കുകയും അബീമലേഖ് പാപത്തിൽ വീഴുന്നത് തടയുകയും ചെയ്യുന്നു. അബ്രഹാമിൻ്റെ പ്രാർത്ഥനയിലൂടെ അബീമലേഖിൻ്റെ കുടുംബം സൗഖ്യം പ്രാപിക്കുന്നു. വിശ്വാസികളായവർക്ക് പോലും ഭയം കാരണം തെറ്റുകൾ ആവർത്തിക്കാം. ദൈവം വിശ്വസ്തനാണ്. അബീമലേഖിൻ്റെ സത്യസന്ധത അബ്രഹാമിൻ്റെ ഭയത്തോട് വിപരീതമാണ്. ദൈവത്തിൻ്റെ വാഗ്ദാനം മനുഷ്യൻ്റെ ദൗർബല്യത്തിൽ പോലും നിലനിൽക്കും. പ്രാർത്ഥന പുനഃസ്ഥാപനത്തിന് വഴിയാകുന്നു എന്നുകൂടെ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. നമ്മുടെ ജീവിത ക്രമീകരണത്തിന് ദൈവം അപൂർണരായവരെ പോലും ഉപയോഗിക്കുന്നു. ഭയം നമ്മെ തെറ്റായ തീരുമാനങ്ങളിലേക്ക് നയിക്കാം. എന്നാൽ ദൈവം കൃപ നൽകുന്നു. സത്യസന്ധത ജീവിതത്തിൽ അത്യാവശ്യമാണ്. ദൈവത്തിൻ്റെ വാഗ്ദാനം പരാജയത്തിൽ പോലും നിലനിൽക്കും. പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. എൻ്റെ തീരുമാനങ്ങളെ ഭയം നിയന്ത്രിക്കുന്നുണ്ടോ? അനിശ്ചിതത്വത്തിൽ ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നുണ്ടോ? ഉൽപ്പത്തി 21 അധ്യായത്തിൽ ദൈവത്തിൻ്റെ വാഗ്ദാനം നിറവേറുന്നു. ഇസഹാക്ക് ജനിക്കുന്നു. സാറ സന്തോഷിക്കുന്നു. തൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വിശ്വസ്തത കാണുന്നു. ഇസഹാക്കും ഇസ്മായിലും തമ്മിൽ സംഘർഷമുണ്ടാകുന്നു. അതേ തുടർന്ന് ഹാഗറും ഇഷ്മയേലും ഭവനത്തിൽ നിന്നും അയക്കപ്പെടുന്നു. ദൈവം അവരെ മരുഭൂമിയിൽ സംരക്ഷിക്കുകയും കരുതുകയും ചെയ്യുന്നു. ദൈവം തൻ്റെ നിയമം ഇസഹാക്കിലൂടെ ഉറപ്പിക്കുന്നു. അബീമലേഖുമായി അബ്രഹാം ഉടമ്പടി ചെയ്യുന്നതായും 21 അധ്യായത്തിൽ നമുക്ക് കാണാം. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ ശരിയായ സമയത്ത് നിറവേറും. സന്തോഷം ദൈവവചനം സാക്ഷാത്കരിക്കുമ്പോൾ വരുന്നു എന്നും കാണാം. ചിലപ്പോൾ വേർപാട് ദൈവത്തിൻ്റെ പദ്ധതിക്ക് ആവശ്യമാണ്. ദൈവം ആരെയും ഉപേക്ഷിക്കുന്നില്ല. ഇസഹാക്ക് വാഗ്ദാനത്തെയും ഇസ്മായേൽ മനുഷ്യ ശ്രമത്തെയും സൂചിപ്പിക്കുന്നു. ദൈവം കരുണയുള്ളവനായ ദൈവമാണ്. ദൈവത്തിൻ്റെ സമയത്തിനായി നമുക്ക് കാത്തിരിക്കണം എന്ന് ഈ അധ്യായം നമ്മെ പഠിപ്പിക്കുന്നു. അനുഗ്രഹം സന്തോഷവും ഉത്തരവാദിത്വവും നൽകുന്നു. ചില ബന്ധങ്ങൾ വിട്ടുകളയേണ്ടി വരും.
കഷ്ടസമയങ്ങളിൽ പോലും ദൈവം നമ്മെ കരുതുന്നു. മനുഷ്യശ്രമം ദൈവ വാഗ്ദാനത്തിന് പകരം വയ്ക്കുവാൻ കഴിയില്ല. ദൈവം വിശ്വസ്തനാണ്. ഇന്നത്തെ ചിന്തയ്ക്കായി, ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾക്കായി ഞാൻ ക്ഷമയോടെ കാത്തിരിക്കുമോ? ദൈവത്തിൻ്റെ പദ്ധതിക്കായി ഞാൻ എന്ത് വിട്ട് കൊടുക്കണം? ഈ വചനങ്ങൾ മുഖാന്തരം ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.